14ാമത്തെ ചാപ്റ്ററായ പ്രപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് പ്രപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതം എന്ന് നോക്കാം അല്ലേ. അതിനായിട്ട് ഞാനിവിടെ 2 നമ്പേഴ്സ് എടുക്കുന്നു, 1ഉം 2ഉം. ആദ്യം നമ്മൾ ഇതിന്റെ റേഷ്യോ ആണ് എടുക്കാൻ പോകുന്നത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? അംശബന്ധം. അതായത് 1:2 അല്ലെ, 1:2 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഒരേ നമ്പർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും ചെറിയ അവസ്ഥയിലോട്ട് നമുക്ക് ആക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതായത് ഇതാണ് അതിന്റെ റേഷ്യോ. ഈ 2 നമ്പേഴ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2 എന്നാണ്. അടുത്തത് ഞാൻ 6:12 2 നമ്പേഴ്സ് എടുത്തു. ഈ 2 നമ്പേഴ്സിന്റെയും റേഷ്യോ എടുക്കാൻ പോവുക, അതായത് അംശബന്ധം എടുക്കാൻ പോവാണ്. 6:12. ഇതിനെ രണ്ടിനെയും നമുക്ക് എന്താണ് 6 കൊണ്ട് കട്ട് ചെയ്യാം. 6 കൊണ്ട് കട്ട് ചെയ്യുമ്പം ഇവിടെ 1 വരും, ഇവിടെ എത്ര വരും? 2 വരും അല്ലേ. അപ്പം 6ന്റെയും 12ന്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:2 ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് വേറെ 2 നമ്പേഴ്സ് എടുക്കാം, 5ഉം 10ഉം എടുക്കാം. അപ്പൊ ഇതിനെ നമുക്ക് റേഷ്യോയിൽ എഴുതാം, 5:10 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ഒരേ നമ്പർ കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റും. 5നെ കൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ 2 വരും. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്താണ്? 1:2 എന്നാണ്. അപ്പൊ നമ്മൾ 3 സെറ്റ് നമ്പർ എടുത്തു. ഈ 3 സെറ്റ് നമ്പറിന്റെയും റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധവും കണ്ടുപിടിച്ചു. അപ്പൊ ഇതെന്താണ്? റേഷ്യോ ആണല്ലേ, റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാ സംഖ്യകളുടെയും റേഷ്യോ ഒന്ന് തന്നെ കിട്ടിയല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ സംഖ്യകളെല്ലാം, അതായത് 1, 2, 6, 12, 5, 10 എന്ന് പറയുന്ന ഈ നമ്പേഴ്സ് എല്ലാം, ഈ സംഖ്യകളെല്ലാം ഒരേ അനുപാതത്തിലാണെന്ന് പറയാം അല്ലേ. ഇവയെല്ലാം പ്രപ്പോർഷനിലായിരിക്കും. ഒരേ അംശബന്ധം അല്ലെങ്കിൽ ഒരേ റേഷ്യോസ് വന്നാൽ ആ സംഖ്യകളെല്ലാം എന്തായിരിക്കും? ഒരേ അനുപാതത്തിലായിരിക്കും അല്ലെങ്കിൽ പ്രപ്പോർഷനിലായിരിക്കും എന്ന് നമുക്ക് പറയാം. അടുത്തായിട്ട് ഞാൻ വേറെ കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അതായത് 1ഉം 5ഉം അല്ലേ. ഇതിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? 1:5 എന്നായിരിക്കും. അതായത് 1 അംശബന്ധം 5. ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം 1നെയും 5നെയും നമുക്ക് ഒരേ നമ്പർ കൊണ്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? ഇല്ല, ചെറുതാക്കാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് ഇവിടുത്തെ അംശബന്ധം? 1:5 എന്ന് തന്നെയാണ് അല്ലേ. ഇനി അടുത്ത 2 നമ്പേഴ്സ് ആണല്ലോ, 2ഉം 10ഉം. 2 അംശബന്ധം 10. ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ നോക്കിയേ. 2നെയും 10നെയും നമുക്ക് എന്തുകൊണ്ട് കട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെറുതാക്കാം? 2 കൊണ്ട് ചെറുതാക്കാം അല്ലേ, അല്ലെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതുപോലെ 10നെയും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്നും കിട്ടും. അതായത് ഇവിടുത്തെ അംശബന്ധം എന്താണ്? 1:5 എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത നമ്പർ എടുക്കാം, 4 അംശബന്ധം 20. ഇതിനെയും നമുക്ക് ചെറുതാക്കാൻ പറ്റും അല്ലേ. 4നെ നമുക്ക് എന്തുകൊണ്ട് കട്ട് ചെയ്യാം? 4നെ നമുക്ക് 4 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ 20നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അതായത് ഈ 3 അംശബന്ധങ്ങളും നോക്കിയേ, ഈ 3 അംശബന്ധങ്ങളും തുല്യമാണല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ സംഖ്യകൾ എന്തായിരിക്കും? ഒരേ അനുപാതത്തിലായിരിക്കും, അല്ലെങ്കിൽ ഈ സംഖ്യകൾ പ്രപ്പോർഷനിലായിരിക്കും. അടുത്തതായിട്ട് നോക്കിയേ, നമ്മൾ ആദ്യം ഒരു 3 സെറ്റ് നമ്പേഴ്സ് എഴുതിയായിരുന്നല്ലോ. ഈ നമ്പേഴ്സിന്റെ എല്ലാം പ്രത്യേകതയൊന്ന് നോക്കിയേ. ഒന്നാമത്തെ നമ്പറിന്റെ എത്ര മടങ്ങാണ് 2? അതായത് ഒന്നാമത്തെ നമ്പർ 1 ആണ്, അതിന്റെ എത്ര മടങ്ങാണ് 2? 2 ഇരട്ടിയാണ് അല്ലേ, അല്ലെങ്കിൽ 2 മടങ്ങാണ്. അതുപോലെ തന്നെ ഈ 2ന്റെ പകുതിയായിരിക്കും 1. മനസ്സിലായല്ലോ, 2ന്റെ ഹാഫ് ആയിരിക്കും 1. ഇതെല്ലാം പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് ഇതെല്ലാം ഒരേ അനുപാതത്തിലാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത നമ്പറും എങ്ങനെ തന്നെ ആയിരിക്കണം? ഒന്നാമത്തെ നമ്പറിന്റെ ഇരട്ടി ആയിരിക്കണം അടുത്ത നമ്പർ അല്ലേ, അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പറിന്റെ പകുതി ആയിരിക്കണം ഒന്നാമത്തെ നമ്പർ. മൂന്നാമതും അങ്ങനെ തന്നെ വരണമല്ലോ. ഒന്നാമത്തെ നമ്പറിന്റെ ഇരട്ടി ആയിരിക്കണം രണ്ടാമത്തെ നമ്പർ, അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പറിന്റെ പകുതി ആയിരിക്കണം ഒന്നാമത്തെ നമ്പർ. അപ്പൊ നമ്മൾ ഇവിടുത്തെ റിലേഷൻ എന്താണ് പറയുന്നത്? ഇവിടുത്തെ ബന്ധം എന്ന് പറയുന്നത് 1ന്റെ ഇരട്ടിയാണ് 2 അല്ലേ. അതായത് 1ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ ഈ സെറ്റ് നമ്പേഴ്സ് കിട്ടുന്നത്. മനസ്സിലായോ? ഒന്നാമത്തെ ഈ 3 നമ്പേഴ്സിനെയും 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഈ 3 നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിയേ. ഒന്നാമത്തെ നമ്പറിനെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് രണ്ടാമത്തെ നമ്പർ കിട്ടുന്നത് അല്ലേ. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പർ 2 ആണ്. 2വിനെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 10 കിട്ടുന്നത്? 2നെയും 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അല്ലേ. അതുപോലെ തന്നെ 4നെയും 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്. അപ്പൊ ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ നമ്പേഴ്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ നമ്പേഴ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ 1ന്റെ 5 മടങ്ങായിരിക്കും രണ്ടാമത്തെ നമ്പർ. അപ്പൊ ഇവിടെ 1ന്റെ 2 മടങ്ങായിരിക്കും, അല്ലെങ്കിൽ 2ന്റെ അര മടങ്ങായിരിക്കും, ഹാഫ് മടങ്ങായിരിക്കും ഒന്നാമത്തെ നമ്പേഴ്സ്.
ഇവിടോ 5 മടങ്ങായിരിക്കും അല്ലെ. അപ്പൊ ഈ 2, 5 എന്നൊക്കെ ഉള്ളത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ, സ്ഥിരമായിരിക്കും. അതായത് റേഷ്യോസ് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരേ അനുപാതത്തിലാണെന്ന് പറയാം അല്ലെ, പ്രപ്പോർഷനിലായിരിക്കും എന്ന് പറയാം. അപ്പൊ പ്രപ്പോർഷനിലാണ്, അനുപാതത്തിലാണെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട്, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഒന്നാമത്തെ നമ്പേഴ്സിനെ എല്ലാം 2 കൊണ്ട് ഗുണിച്ചപ്പോൾ രണ്ടാമത്തെ നമ്പേഴ്സ് കിട്ടി. ഇവിടെ ഒന്നാമത്തെ നമ്പേഴ്സിനെ എല്ലാം 5 മടങ്ങാണ് രണ്ടാമത്തെ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ 2, 5 എന്നൊക്കെ പറയുന്നത് എന്താണ്? അവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. അതായത് അതിനെ വിളിക്കുന്ന പേരാണ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ 226 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് താഴെ കുറച്ച് സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ സന്ദർഭവും വായിച്ചിട്ട് അതിന്റെ ഒന്നാമത്തെ അളവിന് ആനുപാതികമായിട്ടാണ് അല്ലെങ്കിൽ പ്രപ്പോർഷണലായിട്ടാണ് രണ്ടാമത്തെ അളവ് മാറുന്നതെന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം കെ കണ്ടുപിടിക്കണം. ഇത്രയുമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയത് ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് ദെയർ പെരിമീറ്റേഴ്സ്. അതായത് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ സമചതുരമാണ് അല്ലെ. സമചതുരത്തിന്റെ സൈഡിന്റെ നീളം, വശത്തിന്റെ നീളവും അതിന്റെ പെരിമീറ്ററും. അപ്പൊ ആ 2 അളവുകളും ആനുപാതികമാണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പൊ ഒന്നുകൂടെ പറയാം. സ്ക്വയറിന്റെ വശത്തിന്റെ നീളമാണ് നമ്മുടെ ഒന്നാമത്തെ അളവ്. രണ്ടാമത്തെ അളവോ? അതിന്റെ പെരിമീറ്റർ, ചുറ്റളവാണല്ലേ. അപ്പൊ രണ്ടാമത്തെ അളവ് കിട്ടുന്നത് ഒന്നാമത്തെ അളവിന്റെ ആനുപാതികമായിട്ടാണെന്നാണ് നമ്മൾ ആദ്യം തെളിയിക്കേണ്ടത്. അതിനുശേഷം ഇവിടെ വരുന്ന കെ അല്ലെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം അതും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ സമചതുരത്തിന്റെ വശത്തിന്റെ നീളവും ചുറ്റളവും അല്ലെ, പെരിമീറ്ററും തമ്മിൽ ആനുപാതികമായിട്ടാണോ പോകുന്നത്? അതായത് രണ്ടാമത്തെ അളവ് മാറുന്നത് ഒന്നാമത്തെ അളവിന്റെ ആനുപാതികമായിട്ടാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതുപോലെ തന്നെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അതായത് ആനുപാതിക സ്ഥിരവും കണക്കാക്കണം. നമുക്കറിയാം ഇക്വേഷൻ എന്തായിരുന്നു? y = k × x എന്നാണ് അല്ലെ. y എന്ന് പറയുന്നത് രണ്ടാമത്തെ അളവാണ്, x എന്ന് പറയുന്നത് ഒന്നാമത്തെ അളവാണ്. ഇവിടുത്തെ ഒന്നാമത്തെ അളവ് എന്താണ്? വശത്തിന്റെ നീളമാണ് അല്ലെ, സ്ക്വയറിന്റെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം. രണ്ടാമത്തെ അളവ് എന്താണ്? പെരിമീറ്റർ ആണ്, ചുറ്റളവാണ്. അപ്പൊ ഇവിടെ നമുക്ക് വശങ്ങളുടെ നീളങ്ങൾ മാറ്റി മാറ്റി കൊടുക്കാം അല്ലെ. അപ്പൊ ആദ്യം നമുക്കതൊന്ന് എഴുതാം. അപ്പൊ ആദ്യം ഞാൻ സൈഡ് 1 സെന്റിമീറ്റർ കൊടുത്തു. 1 സെന്റിമീറ്റർ കൊടുക്കുമ്പോൾ നമുക്കറിയാം പെരിമീറ്റർ എന്തായിരിക്കും? 4 സൈഡ് ഉണ്ട് അല്ലെ, ചുറ്റുമുള്ള അളവാണ്. അതായത് സമചതുരത്തിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് ഉണ്ട് അല്ലെ. 4 ഗുണം ഒരു വശത്തിന്റെ നീളം എത്ര? 1 ആണ്. അതായത് 4 ഗുണം 4 എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലെ. അതുപോലെ തന്നെ ഇനി 2 സെന്റിമീറ്റർ കൊടുക്കുവാണ്. വശത്തിന്റെ നീളം 2 സെന്റിമീറ്റർ കൊടുക്കുവാണെങ്കിൽ 4 സൈഡ് ഉണ്ട്. 4 ഗുണം ഒരെണ്ണത്തിന്റെ 2 ആണ് അല്ലെ. ഒരു സൈഡിന്റെ നീളം എന്ന് പറയുന്നത് 2 ആണ്. അതായത് 4 ഗുണം 2 8 എന്ന് വരും. അടുത്ത 3 സെന്റിമീറ്റർ കൊടുത്താലോ? 3 സെന്റിമീറ്റർ കൊടുത്താൽ 4 ഗുണം 3 അല്ലെ. 4 എന്ന് പറഞ്ഞാൽ 4 സൈഡുകളാണ് ഇൻറ്റു 3. ഒരു സൈഡിന്റെ നീളം എന്ന് പറയുന്നത് 3 ആണ്. 4 ഗുണം 3 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ഞാൻ ഇവിടെ ഒരു 10 സെന്റിമീറ്റർ കൊടുക്കാൻ പോവുക. അതായത് ഈ ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 10 സെന്റിമീറ്റർ കൊടുക്കാൻ പോവുക. അങ്ങനെയാണെങ്കിൽ 4 വശം ഉണ്ടല്ലേ. 4 ഗുണം 10. 4 ഗുണം 10 എത്രയാണ്? 40 ആണല്ലേ. ഇനി അടുത്തത് ഞാൻ ഇനി നമ്പേഴ്സ് ഒന്നും അല്ല കൊടുക്കുന്നത്, ഒരു വേരിയബിൾ കൊടുക്കാൻ പോവുക. അതായത് എക്സ് സെന്റിമീറ്റർ എന്ന് കൊടുക്കാൻ പോവുക. എക്സ് സെന്റിമീറ്റർ എന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം 4 സൈഡ് ഉണ്ട് സമചതുരത്തിന്. 4 ഗുണം ഒരു സൈഡിന്റെ നീളം എത്രയാണ്? എക്സ് ആണ് അല്ലെ. അതായത് 4x. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോസ് നോക്കാം. നമുക്കറിയാം റേഷ്യോസ് തുല്യമാണെങ്കിലാണ് ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ അളവുകൾ ആനുപാതികമായിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ നമുക്ക് റേഷ്യോ കൂടെ നോക്കാം. അപ്പൊ ഒന്നാമത്തേന്റെ റേഷ്യോ നോക്കിയേ. ഒന്നാമത്തേന്റെ വശം 1 ആണല്ലേ. 1:2 അല്ലെങ്കിൽ 1 അംശബന്ധം. അവിടുത്തെ പെരിമീറ്റർ എത്രയാണ്? 4 ആണ്. ഇതെന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോം ആണ് അല്ലെ. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റത്തില്ലല്ലോ. ഇനി അടുത്ത് നോക്കിയാൽ 2:8. ഇതിനെ നമുക്ക് ചെറുതാക്കാം അല്ലെ. ഈ 2നെയും 8നെയും നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം അല്ലെ. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 1 കിട്ടും. അതുപോലെ തന്നെ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 എന്നും കിട്ടും. അടുത്ത 3നെയും 3:12. അതായത് 3നെയും 12നെയും കൂടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇതിനെ 2നെയും 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. 3നെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1 വരും. അതുപോലെ 12നെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4 വരും അല്ലെ. അടുത്ത 10:40. ഇവിടെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം? 10 കൊണ്ട് 2നെയും കട്ട് ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ ഇതിന്റെ 2നെയും സീറോസ് നമുക്ക് കട്ട് ചെയ്യാം. എങ്ങനെ വന്നാലും 1:4 എന്ന് കിട്ടും. അടുത്ത നോക്കിയേ, x:4x എന്നാണ് അല്ലെ. ഇവിടെ ഈ പറഞ്ഞ പോണക്ക് രണ്ടിടത്തും നമുക്ക് എക്സിനെ കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1:4 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, എല്ലാ അംശബന്ധങ്ങളും എന്താണ്? തുല്യമാണ്. തുല്യമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം?
ഈ അളവുകൾ തമ്മിൽ ആനുപാതികമായിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? സിൻസ് ദ റേഷ്യോ ഇസ് കോൺസ്റ്റന്റ് ദ പെരിമീറ്റർ ചേഞ്ചസ് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ. അതായത് അംശബന്ധങ്ങൾ സ്ഥിരമായതുകൊണ്ട്, അംശബന്ധങ്ങൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എന്തിന് ആനുപാതികമായിരിക്കും? അതിന്റെ വശങ്ങളുടെ നീളത്തിന് ആനുപാതികമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇനി നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആനുപാതിക സ്ഥിരം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കെ ആണ്. കെ ഈക്വൽ ടു y/x ആണല്ലേ. ഇവിടെ നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് വശത്തിന്റെ നീളമാണ്. അതുപോലെ തന്നെ മാറുന്ന അളവിനെയാണ് നമ്മൾ y എന്ന് എടുക്കുന്നത് അല്ലേ. അപ്പൊ എക്സ് ഇതും y ഇതും ആണെങ്കിൽ y/x എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏത് വാല്യൂസ് എടുത്താലും ഒരേ ആൻസർ തന്നെ കിട്ടുമല്ലോ. കാരണം ഇതെന്താണ്? പ്രപ്പോർഷണലി ആണ് പോകുന്നത് അല്ലെ, ആനുപാതികമായിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നാമത്തെ അളവ് തന്നെ എടുക്കാം. y എന്ന് പറയുന്ന ഇവിടുത്തെ 4 ആണ്. 4. എക്സ് എന്ന് പറയുന്ന ഒന്നാമത്തെ അളവ് എന്താണ്? 1 ആണ് അല്ലെ. 4/1 എന്ന് പറയുന്നത് 4 എന്നാണ്. അതായത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇവിടെ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് കാണുമ്പോൾ മനസ്സിലാവും അല്ലെ. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 2 3 10 ഇങ്ങനെ പോകും അല്ലെ. ഈ 1 2 3 10 ഇങ്ങനെ പോകുന്ന ഈ നമ്പേഴ്സിനെ നമ്മൾ ഒരു നമ്പർ കൊണ്ട്, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഇവിടെ എല്ലാം എന്താണ്? 4 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പൊ ഈ 4 ആയിരിക്കും ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു കമ്പി അല്ലേ, ഒരു കമ്പിയുടെ നീളം, അതായത് ലെങ്ത് ഓഫ് എ വയർ. ഇനി ഈ കമ്പി വളച്ചുണ്ടാക്കിയ ഒരു സമചതുരമാണിത്, ഒരു സ്ക്വയർ ആണിത്. ഈ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ നീളവുമാണ് നമുക്ക് പ്രപ്പോർഷണലാണോ എന്ന് നോക്കേണ്ടത്. അതായത് ഒന്നാമത്തെ അളവ് എന്താണ്? ഈ കമ്പിയുടെ നീളമാണ് അല്ലെ, ലെങ്ത് ഓഫ് വയർ ആണ്. രണ്ടാമത്തെ അളവ് എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം. മനസ്സിലായോ? ആദ്യം നമുക്ക് ഈ കമ്പിയുടെ നീളം, അതായത് ലെങ്ത് ഓഫ് വയർ 4 സെന്റിമീറ്റർ എടുക്കാം. 4 സെന്റിമീറ്റർ എടുക്കുമ്പോൾ ഈ സ്ക്വയർ, ഈ കമ്പി വളച്ചാണല്ലോ ഈ സ്ക്വയർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കമ്പിയുടെ നീളം സ്ക്വയറിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? സ്ക്വയറിന്റെ പെരിമീറ്റർ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ചുറ്റളവായിരിക്കും. അപ്പൊ ഇത് ഇത്രയും കൂടെ, അതായത് 4 സെന്റിമീറ്റർ വളച്ച് നമ്മളൊരു സ്ക്വയർ ഉണ്ടാക്കും. അപ്പൊ അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൊത്തം ടോട്ടൽ 4 ആണല്ലേ, അതായത് പെരിമീറ്റർ 4 ആണ്. അതിനെ 4 കൊണ്ട്, അതായത് 4 വശങ്ങളുള്ളത് കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ എത്ര കിട്ടും? 1 കിട്ടും. അടുത്ത നോക്കിയേ, അടുത്ത നമുക്ക് 8 സെന്റിമീറ്റർ കൊടുക്കാം. 8 സെന്റിമീറ്റർ കൊടുക്കുമ്പം 8 ആണ് അതിന്റെ പെരിമീറ്റർ. ടോട്ടൽ എത്രയാണ്? ഈ സ്ക്വയറിന്റെ മൊത്തം നീളം 8 ആണ്. അതിനെ 4 കൊണ്ട്, എത്ര സൈഡ് ഉണ്ട് സ്ക്വയറിന്? 4. അപ്പം 8/4 എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ. അടുത്ത നമുക്ക് 16 സെന്റിമീറ്റർ കൊടുക്കാം. 16 സെന്റിമീറ്റർ കൊടുക്കുമ്പം 16 ആണ് ടോട്ടൽ ബൈ 4. 4 സൈഡ് ഉള്ളത് കൊണ്ട് 16/4 എത്ര കിട്ടും? 4 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് എക്സ് സെന്റിമീറ്റർ കൊടുത്താലോ? ഈ ഒരു വയറിന്റെ ലെങ്ത് എക്സ് ആണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര ആയിരിക്കും? ടോട്ടൽ എക്സ് ആണ്. എക്സ് ബൈ ഒരു സൈഡ് എത്രയാണ്? 4 ആണല്ലേ. അപ്പൊ x/4 എന്ന് പറയുന്നത് x/4 എന്ന് തന്നെ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് വയറിന്റെ നീളവും അതുപോലെ തന്നെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം കണ്ടുപിടിക്കാം. ഒന്നാമത്തെ 4:1 എന്ന് കിട്ടും അല്ലെ. 4 അംശബന്ധം 1 എന്ന് കിട്ടും. ഇതിനെ ചെറുതാക്കാനൊന്നും ഇല്ലല്ലോ. അടുത്ത 8 അംശബന്ധം 2 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് എന്തുകൊണ്ട് ചെറുതാക്കാം? 2 കൊണ്ട് ചെറുതാക്കാം അല്ലെ. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 1 എന്ന് തന്നെ കിട്ടും അല്ലെ. അടുത്ത 16 അംശബന്ധം 4 എന്നാണ്. 2നെ നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാം അല്ലെ. 16നെ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 4, 4നെ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1. അടുത്ത നോക്കിയേ, എക്സ് അംശബന്ധം x/4 എന്നാണ് അല്ലെ. ഇതിനെ നമുക്ക് എങ്ങനെയാ കട്ട് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഇതിനെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു 4, അതായത് 4x. എക്സ് ഗുണം 4 എന്ന് പറഞ്ഞാൽ 4x അംശബന്ധം. ഇവിടെ 1 ആണല്ലോ, ഇവിടെ ഒന്നും ഇല്ല അല്ലേ, അതായത് 1 ഉണ്ട്. 1 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എക്സ് കൊണ്ട് കട്ട് ചെയ്യാം അല്ലെ. രണ്ടിടത്തും എക്സ് ഉള്ളത് കൊണ്ട് എക്സ് കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എങ്ങനെ കിട്ടും? ഇവിടെ എക്സ് പോയി കഴിഞ്ഞാൽ 4, ഇവിടുത്തെ എക്സ് പോയി കഴിഞ്ഞാൽ 1. അപ്പൊ ഇവിടുത്തെ റേഷ്യോ എന്ത് കിട്ടി? 4:1 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ റേഷ്യോസ് സ്ഥിരമായതുകൊണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ക്വാണ്ടിറ്റി ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് എന്ന് പറയാം അല്ലെ. അതായത് ആദ്യത്തെ അളവിന് ആനുപാതികമായിട്ടായിരിക്കും രണ്ടാമത്തെ അളവ് മാറുന്നതെന്ന് പറയാം. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? സിൻസ് ദ റേഷ്യോ ഇസ് കോൺസ്റ്റന്റ് ദ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ ലെങ്ത് ഓഫ് വയർ അല്ലെ. അതായത് അംശബന്ധങ്ങൾ, ഇവിടുത്തെ അംശബന്ധങ്ങൾ സ്ഥിരമായതുകൊണ്ട് സമചതുരത്തിന്റെ വശത്തിന്റെ നീളം കമ്പിയുടെ നീളത്തിന് ആനുപാതികമായിരിക്കും.
ഇനി അടുത്തത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആനുപാതിക സ്ഥിരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? y/x എന്നാണ് അല്ലേ. ഇവിടുത്തെ x ഏതാണ്? ലെങ്ത് ഓഫ് വയർ ആണ്, അതായത് കമ്പിയുടെ നീളമാണ്. y എന്ന് പറയുന്നത് സമചതുരത്തിന്റെ വശത്തിന്റെ നീളമാണ് അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ആനുപാതിക സ്ഥിരം കണ്ടുപിടിക്കുന്നത് y/x എന്നാണ്, അതായത് 1/4 അല്ലേ. 1/4 ആയിരിക്കും ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു വരയിലൂടെ ഉരുളുന്ന വൃത്തത്തിന്റെ കറക്കങ്ങളുടെ എണ്ണവും, വര കണ്ടല്ലോ, ഈ വരയിലൂടെ ഉരുളുന്ന വൃത്തത്തിന്റെ കറക്കങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ വരയിലൂടെ സഞ്ചരിച്ച ദൂരവുമാണ് നമ്മൾ ആനുപാതികമാണോ നോക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് റൊട്ടേഷൻസ് അല്ലെങ്കിൽ കറക്കങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സർക്കിളിന്റെ റൊട്ടേഷൻ ആണ് അല്ലെ, അതായത് സർക്കിളിന്റെ കറക്കമാണ്. അതായത് നോക്കിയേ, ഇപ്പം ഈ സർക്കിളും വരയും തമ്മിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഈ സർക്കിൾ കറങ്ങി വീണ്ടും എന്താണ്, ഇതേ പോയിന്റ് വരയിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു റൊട്ടേഷൻ കഴിഞ്ഞെന്ന് പറയുന്നത്. അപ്പൊ അത്രയും ആ റൊട്ടേഷനിൽ എത്ര ദൂരം സഞ്ചരിച്ചു അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നോക്കിയേ, നമ്മൾ ഈ സർക്കിളിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് സർക്കിൾ റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും എവിടെ വരുന്നുണ്ട്? ഈ പോയിന്റിൽ തന്നെ വരുന്നുണ്ട് അല്ലേ. അതായത് ഇത്രയും ഭാഗം കറങ്ങാൻ എടുക്കുന്ന ദൂരമാണ് അതിന്റെ ഡിസ്റ്റൻസ്. അതെന്തായിരിക്കും? ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ പെരിമീറ്റർ ആണ് അല്ലേ. അപ്പൊ ഡിസ്റ്റൻസിന്റെ ഭാഗത്ത് നമുക്ക് എന്ത് കൊടുക്കാം? സർക്കിളിന്റെ പെരിമീറ്റർ കൊടുക്കാം. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്പർ ഓഫ് റൊട്ടേഷൻസ്, ഒരു പ്രാവശ്യം നമ്മൾ കറക്കുക. ഒരു പ്രാവശ്യം കറക്കുമ്പോൾ അവിടുത്തെ ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഒരു പെരിമീറ്റർ ആണ് അല്ലേ. പെരിമീറ്റർ ആയിരിക്കും, ആ സർക്കിളിന്റെ പെരിമീറ്റർ ആയിരിക്കും. ഇനി ഇതിനെ നമ്മൾ 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യിക്കുക. 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യിക്കുമ്പം അവിടുത്തെ ഡിസ്റ്റൻസ്, ദൂരം എത്രയായിരിക്കും? 2 പെരിമീറ്റർ വരും അല്ലേ. അതായത് സർക്കിളിന്റെ ഈ ചുറ്റുമുള്ള അളവാണ്, ഇവിടെ കറങ്ങുമ്പോൾ ചുറ്റുമുള്ള അളവാണ് വരുന്നത്. അപ്പൊ 2 പെരിമീറ്റർ വരും. 2 പെരിമീറ്റർ വരുന്നത് നമുക്ക് എങ്ങനെ കൊടുക്കാം? 2 × p എന്ന് കൊടുക്കാം, അതായത് 2p എന്ന് കൊടുക്കാം അല്ലേ. ഇനി 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിലോ 5p വരും അല്ലേ. 5 × p വരും. 10 പ്രാവശ്യമാണ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെങ്കിലോ, 10 പ്രാവശ്യമാണെങ്കിലോ 10 പെരിമീറ്റർ വരും അല്ലേ. ഇനി x പ്രാവശ്യമാണെങ്കിലോ x പെരിമീറ്റർ വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാം റേഷ്യോ എടുക്കാം. അപ്പൊ ഒന്നാമത്തെ നമ്പർ ഓഫ് റൊട്ടേഷൻസ് 1 ആണ്, അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെരിമീറ്റർ p ആണല്ലേ. രണ്ടാമത്തേത് 2:2p എന്നാണ്. ഇതിനെ നമുക്ക് കട്ട് ചെയ്യാമല്ലോ, 2 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1 എന്ന് വരും. ഇവിടെ 2pയിൽ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ p എന്ന് വരും. അടുത്ത 5:5p എന്നാണ്. അതിനെ നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 1:p എന്ന് വരും അല്ലേ. ഇനി 10:10p എന്നാണ്. 10:10p. അവിടെ നമുക്ക് 10 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 10നെ 10 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1 വരും. 10pയെ 10 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ p എന്ന് വരും. അടുത്ത എന്താണ്? x ആണല്ലേ. x:2. ഇവിടെ എന്താ? xp. ഇവിടെ നമുക്ക് x കൊണ്ട് കട്ട് ചെയ്യാമല്ലോ. x-നെ x കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 1 വരും. അതുപോലെ വീണ്ടും xpയെ x കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ p വരും. അപ്പൊ ഇവിടെ എല്ലാം എന്ത് കിട്ടി? കോൺസ്റ്റന്റ് ആയിട്ടുള്ള റേഷ്യോ കിട്ടി അല്ലെ. കോൺസ്റ്റന്റ് ആയിട്ടുള്ള അംശബന്ധം കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ അളവ് ഒന്നാമത്തെ അളവിന് ആനുപാതികമായിട്ടായിരിക്കും മാറുന്നത്. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? സിൻസ് ദ റേഷ്യോ ഇസ് കോൺസ്റ്റന്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ അലോങ് ദ ലൈൻ ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് സർക്കിൾ അല്ലേ. അതായത് അംശബന്ധങ്ങൾ സ്ഥിരമായതുകൊണ്ട്, ഇവിടുത്തെയാണ് ഈ അംശബന്ധങ്ങൾ സ്ഥിരമായതുകൊണ്ട് വരയിലൂടെ സഞ്ചരിച്ച ദൂരം, ഈ ദൂരം എന്ന് പറയുന്നത് കറക്കങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിരിക്കും. അടുത്തത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് k എന്ന് പറയുന്നത് y/x ആണ്. ഇതാണ് x, ഇത് y. അപ്പൊ y എന്ന് പറയുന്നത് എന്താണ്? p ആണല്ലേ. p/x1, അതായത് p എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് p ആയിരിക്കും. ഇപ്പൊ ഈ ആദ്യത്തെ അളവ് തന്നെ എടുക്കണമെന്നില്ല, ഏത് അളവ് എടുത്താലും അത് തന്നെയായിരിക്കും. അതായത് നമുക്ക് ഇതൊന്നും എടുക്കാം, 10pയും 10ഉം എടുക്കാം. അതായത് 10p/10 എന്ന് കിട്ടും അല്ലെ. ഈ 10ഉം 10ഉം കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ p എന്ന് തന്നെ കിട്ടും. അപ്പൊ എവിടെ നമ്മൾ എടുത്താലും എന്ത് തന്നെ കിട്ടും? p എന്ന് കിട്ടും. അതായത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് k എന്ന് പറയുന്നത് p ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചിത്രത്തിൽ ഒരു ചരിഞ്ഞ ലൈൻ കണ്ടോ? ചരിഞ്ഞ വര. ഈ ചരിഞ്ഞ വരയിലെ ഏതൊരു പോയിന്റ് എടുത്താലും, ഏതൊരു ബിന്ദുക്കൾ എടുത്താലും ഈ കോണിന്റെ മൂലയിൽ നിന്നും ബിന്ദുവിലേക്കുള്ള അകലവും അതുപോലെ തന്നെ ആ ബിന്ദുവിൽ നിന്നും താഴോട്ടുള്ള ഉയരവും, അതായത് ഈ ഹൈറ്റ് കണ്ടല്ലോ, ഈ ഹൈറ്റും തമ്മിൽ ആനുപാതികമായിട്ടാണോ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തു. ഈ ഒരു പോയിന്റ് എടുത്തപ്പോൾ ഈ മൂലയിൽ നിന്നും ഈ പോയിന്റിലോട്ടുള്ള ദൂരം, അതുപോലെ തന്നെ ആ പോയിന്റിൽ നിന്നും താഴേക്കുള്ള ഉയരം, ഈ 2 അളവുകൾ കണ്ടോ? അടുത്ത പോയിന്റ് ഞാൻ ഇതാ എടുക്കുന്നത്. അപ്പൊ ഈ മൂലയിൽ നിന്നും ഈ പോയിന്റിലോട്ടുള്ള ദൂരവും അതുപോലെ തന്നെ ആ പോയിന്റിൽ നിന്നും
താഴേക്കുള്ള ഹൈറ്റ് ഉയരവും നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ പോയിന്റ് എടുക്കുന്നത്. അപ്പം ഈ മൂലയിൽ നിന്നും ഈ പോയിന്റിലോട്ടുള്ള ഈ അകലവും അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് താഴോട്ടുള്ള ഹൈറ്റും നോക്കുക. അപ്പൊ ഇത് നോക്കിയപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഡിസ്റ്റൻസ്, അതായത് അകലം കൂടുന്തോറും അതിന്റെ ഹൈറ്റും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലെ? ഇവിടുത്തെ അകലവും ഈ ഹൈറ്റും നോക്കിയേ, അടുത്ത അകലവും അടുത്ത ഹൈറ്റും നോക്കിയേ. അതായത് ഡിസ്റ്റൻസ് കൂടി വരും തോറും ഈ ഹൈറ്റും എന്താണ്? കൂടി വരുവാണ് അല്ലെ? നോക്കിയേ, ലാസ്റ്റ് ഇതാണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് നോക്ക്. ആദ്യത്തെ ഡിസ്റ്റൻസ് ഇതായിരുന്നു, രണ്ടാമത്തെ ഡിസ്റ്റൻസ് ഇത്, മൂന്നാമത്തെ ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇവിടെ വരെ, നാലാമത്തെ ഡിസ്റ്റൻസ് ഇത്, അഞ്ചാമത്തെ ഡിസ്റ്റൻസ് ഇത്. നമുക്ക് അങ്ങനെ എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും എടുക്കാം അല്ലെ? അപ്പൊ ഡിസ്റ്റൻസ് ഇങ്ങനെ ഒന്നാമത്തെ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് രണ്ടാമത്തെ ഡിസ്റ്റൻസ്, ഈ രണ്ടാമത്തെ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് മൂന്നാമത്തെ ഡിസ്റ്റൻസ്, മൂന്നാമത്തെ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് 4, 4നേക്കാളും കൂടുതലാണ് 5. അപ്പൊ ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടി വരുവാണ്. അതുപോലെ തന്നെ ഹൈറ്റ്, ആ ഒരു പോയിന്റിൽ നിന്നുള്ള ഹൈറ്റും നോക്കിയേ, താഴോട്ടുള്ള ഹൈറ്റും കൂടിയാണ് വരുന്നത് അല്ലെ? അപ്പൊ ഈ ഡിസ്റ്റൻസും അതുപോലെ തന്നെ താഴോട്ടുള്ള ഈ ഹൈറ്റും എന്താണ്? ആനുപാതികമായിട്ടാണ് വന്നത് അല്ലെ? അതായത് പ്രപ്പോർഷണൽ ആയിട്ടാണ് അത് മാറിയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ അളവ് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ്. രണ്ടാമത്തെ അളവ് എന്താണ്? ഹൈറ്റ്. അപ്പോൾ ഒന്നാമത്തെ അളവിനെ നമ്മൾ എക്സ്, ഡിസ്റ്റൻസിനെ നമ്മൾ എക്സ് എന്നും ഹൈറ്റിനെ നമ്മൾ വൈ എന്നുമാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? y/x ആണല്ലേ? അപ്പൊ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഈ കോണിൽ നിന്നും ചരിഞ്ഞ വരയുണ്ടല്ലോ, ചരിഞ്ഞ വരയും ആ ചരിഞ്ഞ വരയിൽ നിന്നുമുള്ള താഴോട്ടുള്ള ഡിസ്റ്റൻസും എന്താണ്? ആനുപാതികമായിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ 30 ഡിഗ്രി അതുപോലെ തന്നെ 45 ഡിഗ്രി 60 ഡിഗ്രി കോണുകൾ വരുവാണെങ്കിൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് കെ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കെ കണ്ടുപിടിക്കാൻ എന്ത് വേണം? വൈയും വേണം, എക്സും വേണം. ഇവിടുത്തെ വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ അളവാണ്, അത് ഉയരമാണ്, ഹൈറ്റ് ആണ്. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അത് അകലമാണ് അല്ലെ? അപ്പൊ അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് കെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ 3 കോണളവുകളുടെയും ആനുപാതിക സ്ഥിരം ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യമായിട്ട് ഈ കോർണറിലെ ഈ കോണിലെ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ആനുപാതിക സ്ഥിരം അല്ലെങ്കിൽ പ്രപ്പോർഷണലി കോൺസ്റ്റന്റ് കണക്കാക്കണം. കെ = y/x എന്നാണ് അല്ലെ? y എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈറ്റ് ആണ്, ഹൈറ്റ് നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ ഒരു ത്രികോണത്തിന്റെ പ്രത്യേകത നോക്കിയേ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർലി ആണ് അല്ലെ? അതായത് ലംബമായിട്ടാണ് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും ആംഗിള്? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ്, ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കി ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? മൊത്തത്തിലുള്ള ആംഗിൾ നമുക്കറിയാം 180 ആണല്ലേ? ഒരു ത്രികോണത്തിലെ 3 ആംഗിളിന്റെയും കൂടെ സമ്മ്, 3 കോണുകളുടെയും കൂടെ ആകെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അതിലെ ഒരെണ്ണം 30ഉം ഒരെണ്ണം 90ഉം ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 30ഉം 90ഓടെ കൂട്ടുമ്പോൾ എത്രയാണ്? 120 ആണല്ലേ? അപ്പൊ 180ൽ നിന്നും 120 മൈനസ് ചെയ്താൽ ബാക്കി എത്ര കിട്ടും? 60 കിട്ടും. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ, ഈ ത്രികോണത്തിന്റെ പ്രത്യേകത നോക്കിയേ, ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 30, 60, 90 എന്നാണ്. അപ്പൊ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഇങ്ങനെ കോണളവുകൾ വരുന്ന ട്രയാങ്കിളിന്റെ സൈഡുകൾക്കൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ ആണ് 1:√3:2 എന്നുള്ളത്. മനസ്സിലായോ? 30, 60, 90 ഏതൊരു ട്രയാങ്കിളിന്റെയും ആംഗിളുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡുകളുടെ റേഷ്യോ ആണ് 1:√3:2 എന്നുള്ളത്. അപ്പൊ ഇനി എവിടെയാണ് 1, എവിടെയാണ് √3, എവിടെയാണ് 2? അതുകൂടെ നമുക്ക് നോക്കാം. 30ന്റെ ഓപ്പോസിറ്റ് സൈഡാണ്, 30ന്റെ താഴെ കിടക്കുന്നത് കണ്ടോ 1. അപ്പൊ 30ന്റെ ഓപ്പോസിറ്റ് സൈഡാണ് 1. 30ന്റെ ഓപ്പോസിറ്റ് ഏതാ? ഇതാണല്ലേ? 30 എന്ന് പറയുന്ന ഈ കോണിന്റെ, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് എതിർവശം ഏതാണ്? ഈ ഹൈറ്റ് ആണല്ലേ? അപ്പൊ ഈ ഹൈറ്റ് എത്ര ആയിരിക്കും? ഹൈറ്റിന്റെ റേഷ്യോ എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്തത് 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറയുന്ന ഇതാണല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് റേഷ്യോ ആണ് √3. അടുത്തത് 90 ഡിഗ്രി. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് റേഷ്യോ ആണ്, അതായത് നമ്മുടെ ഈ ഡിസ്റ്റൻസ്, ഈ കാണുന്ന ദൂരം കണ്ടല്ലോ, ഈ അകലമാണ് 2. അപ്പൊ മനസ്സിലായോ? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെ വരുന്ന ത്രികോണങ്ങളുടെ സൈഡുകളുടെ, വശങ്ങളുടെ അംശബന്ധം ഏത് രീതിയിലായിരിക്കും? 1:√3:2 എന്നായിരിക്കും. 30ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന, എതിർവശത്ത് കിടക്കുന്ന വശമായിരിക്കും 1. അതുപോലെ തന്നെ 60ന്റെ എതിർവശത്ത് കിടക്കുന്ന വശത്തിന്റെ റേഷ്യോ ആണ്, അംശബന്ധമാണ് √3. 90 ഡിഗ്രിയുടെ എതിർവശത്ത് കിടക്കുന്ന വശത്തിന്റെ റേഷ്യോ ആയിരിക്കും 2 എന്നുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഈ 3 സൈഡുകളുടെയും റേഷ്യോസ് കിട്ടിയിട്ടുണ്ട് അല്ലെ?
അപ്പൊ ഇനി നമുക്ക് ആനുപാതിക സ്ഥിരം കണ്ടുപിടിക്കാം. അതായത് നമുക്ക് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് y/x ആണല്ലോ. y എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു? ഹൈറ്റ് ആയിരുന്നു അല്ലെ, ഉയരമായിരുന്നു. ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 2. അപ്പൊ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം എന്ന് പറയുന്നത് എത്രയാണ്? 1/2. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? സിൻസ് ദ സൈഡ്സ് ഓഫ് എ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ട്രയാങ്കിൾ ആർ ഓൾവേസ് ഇൻ ദ റേഷ്യോ 1:√3:2. അതായത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി കോണളവുകളുള്ള ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം 1:√3 ആയിരിക്കും. അതിനുശേഷം നമുക്ക് എന്ത് എഴുതാം? therefore പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് ആനുപാതിക സ്ഥിരം എത്രയാണ്? y/x ആണല്ലേ, അതായത് 1/2 ആണ്. അപ്പൊ ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 45 ഡിഗ്രിയാണ്, 45 ഡിഗ്രി. ഞാനിവിടെ 60 ഡിഗ്രി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുമ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് എന്താണ്? ഒരേ റേഷ്യോയിലായിരിക്കും വരുന്നത് അല്ലെ, കോണളവുകൾ ഒരേ റേഷ്യോയിലായിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. കാരണം എന്താ? ഹൈറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത് അല്ലെ, അതായത് ലംബമായിട്ടാണ് ഇവിടെ വന്ന് പതിക്കുന്നത്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ 60ഉം ഒരു ആംഗിൾ 90ഉം ആണ്. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം മൊത്തം 180 ആണ്. അതിൽ 2 ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇത് 60ഉം 90ഉം ആണല്ലേ. 60ഉം 90ഉം ആണെങ്കിൽ 150 ആണ്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 150 ആണ്. അപ്പൊ 180ൽ നിന്നും 150 അങ്ങ് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി എത്ര ആയിരിക്കും? 30 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി അല്ലെ. അപ്പൊ ഈ ട്രയാംഗിളിന്റെ റേഷ്യോ ഒന്ന് ശ്രദ്ധിച്ചേ. 30, 60, 90 എന്നാണ് അല്ലെ. ഞാൻ പറഞ്ഞായിരുന്നു 30, 60, 90 എന്നാണെങ്കിൽ അതിന്റെ വശങ്ങളുടെ റേഷ്യോ എങ്ങനെയായിരിക്കും? അതായത് 30, 60, 90 എന്നാണെങ്കിൽ വശങ്ങളുടെ റേഷ്യോ 1:√3:2 എന്നായിരിക്കും അല്ലെ. 1 എന്ന് പറയുന്നത് എവിടെ വരും? 30ന്റെ ഓപ്പോസിറ്റ്, 30ന്റെ എതിർവശം. അത് 30 ഇതാണെങ്കിൽ അതിന്റെ എതിർവശം ഏതാ? ഇതാണല്ലേ. അപ്പൊ ഇതായിരിക്കും 1. അതുപോലെ തന്നെ 60 എന്ന് പറയുന്നത് ഏതാ? ഇതാണല്ലേ. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഈ ഹൈറ്റ് ആണ്. അതായിരിക്കും √3. അപ്പൊ ഇവിടുത്തെ സൈഡിന്റെ റേഷ്യോ √3 ആയിരിക്കും. അടുത്ത 90ന്റെ ഓപ്പോസിറ്റ് ആണ് 2 അല്ലെ. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് അകലം എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഇതേപോലെ തന്നെ എഴുതാം. സിൻസ് ദ സൈഡ്സ് ഓഫ് എ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ട്രയാങ്കിൾ ആർ ഓൾവേസ് ഇൻ ദ റേഷ്യോ 1:√3:2. മലയാളം മീഡിയക്കാർക്ക് എന്ത് എഴുതാം? 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി കോണളവുകളുള്ള ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം 1:√3 ആയിരിക്കും. അതിനുശേഷം നമുക്ക് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം കെ കണ്ടുപിടിക്കാം. അപ്പൊ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ്? ആനുപാതിക സ്ഥിരം കെ എന്ന് പറയുന്നത് എന്താണ്? y/x ആണല്ലേ. y/x. ഇവിടുത്തെ y നമുക്കറിയാം ഹൈറ്റ് ആയിരിക്കും. ഹൈറ്റ് ആണ് y. അപ്പൊ √3 ആണ് ഇവിടുത്തെ ഹൈറ്റ്. എക്സ് എന്ന് പറയുന്നത് d ആണല്ലേ, ഡിസ്റ്റൻസ് ആണ്, അകലമാണ്. 2. അപ്പൊ ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്? √3/2 ആണ്. അപ്പൊ ഇത് എഴുതിയിട്ട് വേണം നമ്മൾ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു കോണളവ് എന്താണ്? 45 ഡിഗ്രി ആണല്ലേ. ഇത് നമുക്കറിയാം ഇത് എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ ഇത് 90ഉം ഇത് 45ഉം ആണെങ്കിൽ ബാക്കി ഇത് എത്രയായിരിക്കും? ഇത് 45 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് 90ഉം 45ഉം കൂടെ കൂട്ടിയിട്ട് 180ന്ന് ആ കിട്ടിയ ആൻസറിനെ മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഒരു ത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ആംഗിളുകൾ എങ്ങനെയാണ്? 45 ഡിഗ്രി 90 എന്നാണ്. അപ്പൊ ഇങ്ങനെ കോണളവുകൾ വരുവാണെങ്കിൽ നമുക്ക് സൈഡുകൾക്ക് ഒരു റേഷ്യോ കണ്ടുപിടിക്കാം. ആ റേഷ്യോ ആണ് 1:1:√2. മനസ്സിലായോ? 45 ഡിഗ്രി 90 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിന്റെ ആംഗിളുകളുടെ റേഷ്യോ എങ്കിൽ, അല്ലെങ്കിൽ ആംഗിളുകളെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? 1:1:√2 ആയിരിക്കും. അപ്പൊ 45ന്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ സൈഡ് ആയിരിക്കും 1. അപ്പൊ അടുത്ത 45 ഏതാണ്? ആ 45ന്റെ ഓപ്പോസിറ്റ് ഇവിടെയും 1 ആയിരിക്കും. 90ന്റെ ഓപ്പോസിറ്റ് √2. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ സൈഡ്സിന്റെ റേഷ്യോ. മനസ്സിലായോ? 45 ഡിഗ്രി 90 ഡിഗ്രിയാണ് ഒരു ട്രയാങ്കിളിന്റെ കോണിന്റെ അളവുകളെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? 1:1:√2 ആയിരിക്കും. 2:45 ഉണ്ടല്ലേ, അതിന്റെ രണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ 1 വീതമായിരിക്കും. അതുപോലെ 90ന്റെ ഓപ്പോസിറ്റ് സൈഡ് √2 ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? സിൻസ് ദ സൈഡ്സ് ഓഫ് എ 45 ഡിഗ്രി 90 ഡിഗ്രി ട്രയാങ്കിൾ ആർ ഓൾവേസ് ഇൻ ദ റേഷ്യോ 1:1:√2.
അതായത് 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി കോണളവുകളുള്ള ത്രികോണത്തിന്റെ വശങ്ങളുടെ അംശബന്ധം 1 റൂട്ട് 2 എന്നായിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആംഗിളുകളുടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരിക്കും ഈ റേഷ്യോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, അതായത് ആനുപാതിക സ്ഥിരം കെ എന്ന് പറഞ്ഞാൽ എന്താണ്? y/x ആണ് അല്ലെ, y/x. ഇവിടുത്തെ y എന്താണ്? ഹൈറ്റ് ആണ്, ഹൈറ്റ് 1 ആണ്. എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് അല്ലെ, ഡിസ്റ്റൻസ് റൂട്ട് 2. അപ്പൊ ഇവിടുത്തെ ആനുപാതിക സ്ഥിരം അല്ലെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എത്രയാണ്? 1/√2 ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. നമ്മളിവിടെ ആംഗിളുകൾ 30, 60, 90 അതുപോലെ തന്നെ 45, 45, 90 എടുക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വശങ്ങളുടെ റേഷ്യോ ആണല്ലോ. 30, 60, 90ക്ക് 1:√3:2. അതുപോലെ തന്നെ 45, 45, 90ക്ക് 1:1:√2. ഇതെന്ന് പറയുന്നത് അതിന്റെ റേഷ്യോ ആണ് കേട്ടോ, വശങ്ങളുടെ റേഷ്യോ ആണ്, അല്ലാതെ വശങ്ങളുടെ നീളമല്ല. ഇവിടെ നമ്മൾ 30ക്ക് ഓപ്പോസിറ്റ് ഈ വശത്തിന്റെ നീളം 1 സെന്റിമീറ്റർ എന്നോ അല്ലെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3 സെന്റിമീറ്റർ എന്നോ 90ക്ക് ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ എന്നോ അല്ല. അതിന്റെ റേഷ്യോ അംശബന്ധമാണ് 1:√3:2. അപ്പൊ ഈ വശങ്ങൾ നമുക്ക് എങ്ങനെ എടുക്കാം? 1x എന്ന് എടുക്കാം അല്ലെ. അതുപോലെ തന്നെ ഇവിടെ √3x എന്ന് എടുക്കാം, ഇവിടെ 2x എന്ന് എടുക്കാം. മനസ്സിലായല്ലോ? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് 1 ആണെങ്കിൽ ഇവിടുത്തെ സൈഡ് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. 1 × 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ തന്നെ ഈ എക്സും എന്തായിരിക്കും? 1 ആണെങ്കിൽ √3 × 1 എന്ന് പറയുന്നത് √3 ആയിരിക്കും. ഇവിടെ ഈ എക്സിന്റെ അവിടെയും 1 ആയിരിക്കും അല്ലെ. എക്സ് നമ്മൾ ഒരിടത്ത് 1 എന്ന് എടുത്താൽ ബാക്കി എല്ലായിടത്തും 1 തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ 2 × 1 2 തന്നെ ആയിരിക്കും. ഇനി എക്സിന് നമ്മൾ 2 എന്നുള്ള വില എടുക്കുന്നെങ്കിലോ, ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 × 2 എന്ന് വരും അല്ലെ. 1 × 2 എന്ന് പറയുന്നത് 2 ആയിരിക്കും. √3 × 2 എന്ന് പറഞ്ഞാൽ 2√3 ആയിരിക്കും. അതുപോലെ തന്നെ 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. അപ്പൊ ഈ എക്സിന്റെ വില അനുസരിച്ചായിരിക്കും ഇവിടുത്തെ സൈഡുകളുടെ നീളവും വരുന്നത്. ഇവിടെ നമ്മൾ 1:√3:2 എന്ന് പറയുന്നത് റേഷ്യോ മാത്രമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെ പറയാം? ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെന്ന് പറഞ്ഞല്ലോ. 1ന് പകരം നമുക്ക് 1x എന്ന് കൊടുക്കാം അല്ലെ. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ആണല്ലേ. 2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2x എന്ന് കൊടുക്കാം. അപ്പൊ അത് കട്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെ വരും? 1/2 എന്ന് തന്നെ വരും. ഇവിടെ നോക്കിയേ, ഇവിടെ y എന്ന് പറയുന്നത് എന്താണ്? h ആണല്ലേ. h എന്ന് പറഞ്ഞാൽ √3x എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് അകലം x എന്ന് പറയുന്നത് എന്താണ്? 2x എന്നും കൊടുക്കാം. അതായത് ഈ എക്സും ഈ എക്സൂടെ കട്ട് ആവുമ്പോൾ എന്ത് തന്നെ വരും? √3/2 എന്ന് വരും. ഇവിടെയും അതുപോലെ തന്നെ നോക്കിയേ, ഒന്ന് h ആണല്ലേ. h എന്ന് പറയുന്നത് 1 ആണല്ലേ. അതായത് y-യുടെ വാല്യൂ 1 ആണ്, 1x. അതുപോലെ തന്നെ എക്സിന്റെ വില എന്താണ്? എക്സിന്റെ വില എന്ന് പറയുന്നത് ഈ d ആണ്, √2x. അവിടെയും ഈ എക്സും എക്സൂടെ കട്ട് ആവുമ്പോൾ 1/√2 എന്നാണ്. അപ്പൊ മനസ്സിലായോ? ഈ കൊടുത്തിരിക്കുന്നത് വശങ്ങളുടെ നീളമല്ല, വശങ്ങളുടെ നീളത്തിന്റെ റേഷ്യോ ആണ്, അംശബന്ധമാണ്.